ഹായ് ഫട്ടഡേസ് എല്ലാവർക്കും ഫ്യൂച്ചർ സ്റ്റഡി ആൻഡ് കഥയിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച ടോപ്പ് 10 സീരീസിലെ ഫ്യൂച്ചേഴ്സ് കമ്പനികളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിരുന്നു. അതിൽ തന്നെ ടോപ്പ് 10ൽ നിന്ന് 4ാം സ്ഥാനത്ത് വന്നേക്കുന്ന ഒരു കമ്പനിയാണ് ലൂസിഡ് ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനി. ഈ ഒരു കമ്പനി അടുത്ത ഒരു 8 മാസത്തോളം ആയിട്ടുള്ള ഈ ഒരു കമ്പനി നിലവിൽ വന്നിട്ട് ഈ ഒരു കമ്പനി വന്ന ഒരു സമയത്ത് തന്നെയാണ് ഫണ്ടിൻ ടിക്സും സ്റ്റാർട്ട് ചെയ്തത്. അവർ തമ്മിൽ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവരുടെ പല പ്ലാനുകളും ഫണ്ടിൻ ടിക്സും അതേപോലെ തന്നെ ലൂസിഡും ആയിട്ടുള്ള ഒരു നല്ല ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്താണ് ഫണ്ടിൻ ടിക്സ് പൂട്ടിപ്പോയത്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ ഫണ്ടിൻ ടിക്സ് ക്ലോസ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ ഇവരിലേക്ക് നല്ല രീതിയിലുള്ള അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയുടെ പ്ലാനുകൾ എന്തെല്ലാമാണ്, ഏതെല്ലാം പ്ലാൻ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അവരുടെ വെബ്സൈറ്റ് lucidtrading.com എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ അവർ ഏകദേശം 20 മില്യൺ അവർ പേ ഔട്ട് കൊടുത്തിട്ടുണ്ട് മറ്റുള്ള ട്രേഡേഴ്സിന് എല്ലാവർക്കും. അതേപോലെ ഏകദേശം 24,000 പേര് അവർക്ക് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട് നിലവിൽ. അതുപോലെ തന്നെ അവരുടെ പേ ഔട്ടിന്റെ ടൈമാണ് നമുക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയേക്കുന്നത്. അതുപോലെ തന്നെ അവർ 15 മിനിറ്റ് ആണ് ആവറേജ് ടൈം പറയുന്നത്. ട്രസ്റ്റ് പൈൽ അല്ലെങ്കിൽ 4.8 വരുന്നുണ്ട്. അതേപോലെ ഇവരുടെ പ്ലാറ്റ്ഫോം നിഞ്ച ട്രേഡർ വരുന്നുണ്ട്, ട്രേഡബോട്ടിന്റെ ഇത് വരുന്നുണ്ട്, അതേപോലെ റിതമിക്കിന്റെ ഡാറ്റ മോട്ടിവേവ് വരുന്നുണ്ട്, കോൺടവർ വരുന്നുണ്ട്. ഇത്രയും ഇവരായിട്ടുള്ള പാർട്ട്നേഴ്സാണ് ഇവർക്ക് നിലവിലുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം, കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ട്രേഡബോട്ട് തന്നെയാണ്. ട്രേഡബോട്ട് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂവിലേക്ക് ആക്സസ് കൂടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും കുറച്ചും ബെറ്റർ ആയിട്ടുള്ളത്. അതേപോലെ ട്രേഡബോട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഒരു 5-10 അക്കൗണ്ട് വരെ ഇവർ ഇവാലുവേഷൻ സ്റ്റേജിൽ നമുക്ക് കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ട്രേഡബോട്ട് ടു കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ട്രേഡ് ഫ്രീ ആയിട്ടുള്ള കോപ്പി ട്രേഡ് നമ്മൾ വേറെ അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് ട്രേഡബോട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. റിതമിക്കിന്റെ ഡാറ്റ കിട്ടി കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവരൊക്കെ കണക്ട് ചെയ്ത് കിട്ടാനും നമുക്ക് സപ്പോർട്ട് ചെയ്ത് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും റിതമിക്കിന്റെ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏറ്റവും ബെറ്റർ കോൺടവറും പിന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. റിതമിക്കിന്റെ ഡാറ്റ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് ടഫാണ് അത് കണക്ട് ചെയ്ത് കിട്ടാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവരുടെ ഒരു പ്ലാനിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, ഇവാലുവേഷൻ കഴിഞ്ഞ് നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് തരുമ്പോൾ മിക്ക കമ്പനികൾ 5 ദിവസം മുതൽ 8 ദിവസം വരെയാണ് പറയുന്നത്. ഇവർ നമുക്ക് 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസമാണ് പറയുന്നത്. മിക്കവർക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവർക്ക് ലൈവ് അക്കൗണ്ട് കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് അത്യാവശ്യം നല്ല ഒരു ഇതാണ്. അത് ഇവർ ഏറ്റവും കൂടുതൽ പറയുന്നത് നമുക്ക് ഡിസ്കോഡ് വഴി ചാറ്റ് ചെയ്യാനാണ് ഇവർ ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പോൾ നമുക്ക് സൈറ്റിന്റെ ഏറ്റവും താഴെ തന്നെ അവരുടെ ലിങ്കും കാര്യങ്ങളും ഉണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് അവരെ ഡിസ്കസ് ഒക്കെ ചെയ്ത് പ്ലാനുകളെ കുറിച്ചൊക്കെ നിങ്ങളും കൂടി അനലൈസ് ചെയ്തതിനു ശേഷമായിരിക്കണം ഈ ഒരു അക്കൗണ്ട് എടുക്കേണ്ടത്. നമുക്ക് ഇവരുടെ പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവർക്ക് 4 പ്ലാനാണ് ഉള്ളത്. ഒന്ന് ലൂസിഡ് പ്രോ, അതേപോലെ ലൂസിഡ് ബ്ലാക്ക്, ലൂസിഡ് ഫ്ലെക്സ്, അതേപോലെ ലൂസിഡ് ഡയറക്റ്റ്. ലൂസിഡ് ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫണ്ട് കൊടുക്കുന്ന ഒന്നാണ്. അത് 50K ഏകദേശം $343 വരുന്നുണ്ട്. മാക്സിമം ലോസ് ലിമിറ്റ് 2000 ആണ്. ഡ്രോ ഡൗൺ ടൈപ്പ് എൻഡ് ഓഫ് ദ ഡേ ആണ് വരുന്നത്. ഇത് ഡെയിലി ഡ്രോ ഡൗൺ വരുന്നുണ്ട് ഏകദേശം 1200 ആണ്. ഈ ഫ്യൂച്ചേഴ്സ് ഫേംസിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഡെയിലി ഡ്രോ ഡൗൺ ബ്രീച്ച് ചെയ്താലും അക്കൗണ്ട് പോകണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ CFD ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ഡ്രോ ഡൗൺ ബ്രേക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് ബ്രീച്ച് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മിനിമം ഡേ ടു പേ ഔട്ട് 8 ദിവസമാണ്. മാക്സിമം അക്കൗണ്ട് 5 അക്കൗണ്ട് വരെയാണ് ഈ ഡയറക്റ്റ് പ്ലാനിലേക്ക് വരുമ്പോൾ ഇത് വരുന്നത്. ഏകദേശം $343 വരുന്നത്. മറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് തന്നെയാണ്. എല്ലാ കമ്പനിയും 350-400 ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് ലൈവ് ഫണ്ടിന് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഇതിൽ 50K ആണ് നമ്മൾ എല്ലാവരും കമ്പയർ ചെയ്ത് നോക്കുന്നത്. അതിൽ തന്നെ മറ്റൊരു പ്ലാനാണ് ലൂസിഡ് പ്രോ എന്ന് പറയുന്ന പ്ലാൻ ഉണ്ട്. അതിൽ നമുക്ക് 50K വരുന്നത് $112 വരുന്നുണ്ട്. റീസെറ്റ് ഫീസ് ഏകദേശം $100 വരുന്നുണ്ട്. റിസീറ്റ് ഫീസ് വലിയ കുറവൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ പ്രോഫിറ്റ് ടാർഗറ്റ് 3000 വരുന്നുണ്ട്. മാക്സിമം ലോസ് ലിമിറ്റ് 2000 വരുന്നുണ്ട്. ഡ്രോ ഡൗൺ ടൈപ്പ് എൻഡ് ഓഫ് ദ ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചും ബെറ്റർ ആണ്. അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വേറെ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത് ഇവര് ഫെമിലിയർ ആയിട്ടുള്ള നല്ല 2 പ്ലാൻസ് ഉണ്ട്. ഒന്ന് ലൂസിഡ് ബ്ലാക്കും ഉണ്ട്, അതേപോലെ തന്നെ ലൂസിഡ് ഫ്ലെക്സും ഉണ്ട്. ഈ 2 പ്ലാനുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് കമ്പാരിസൺ നടത്താനായിട്ട് നോക്കുന്നത്. കാരണം മറ്റു പ്ലാനുകളെക്കാളും കൂടുതൽ നല്ല ഇൻട്രസ്റ്റിംഗ്, അത് നല്ല പ്ലാൻസും നല്ല ചലഞ്ച് കാര്യങ്ങളെല്ലാം ഉള്ളത് ഈ 2 പ്ലാൻസാണ്. അപ്പോൾ ഈ 2 പ്ലാൻസ് വച്ചിട്ട് മറ്റ് കമ്പനികളായിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്ന ഒരു പ്ലാൻ എന്നത് ലൂസിഡ് ഫ്ലെക്സ് ആണ്. ലൂസിഡ് ഫ്ലെക്സ് ആണ് മറ്റ് MFF പോലുള്ള അല്ലെങ്കിൽ ഫണ്ടിങ് ടിക്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടത്തിയിരുന്ന ഒരു പ്ലാനും ലൂസിഡ് ഫ്ലെക്സ് ആണ്. അതേപോലെ തന്നെ ലൂസിഡ് ബ്ലാക്കും അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ തന്നെയാണ്. ഇവിടെ നമുക്ക് ലൂസിഡ് ബ്ലാക്കിനാണെന്നുണ്ടെങ്കിൽ $126 വരുന്നുണ്ട്. റീസെറ്റ് ഫീസ് ആണെങ്കിൽ $115 വരുന്നുണ്ട്. അത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട ലൂസിഡ് പ്രോ മോഡൽ തന്നെയാണ്. മാക്സിമം ലോസ് ലിമിറ്റ് എന്ന് പറയുന്നത് 2000 വരുന്നത്. ഡെയിലി ഡ്രോ ഡൗൺ ഇല്ല. കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. ഇവാലുവേഷൻ സ്റ്റേജിൽ ഏകദേശം 60% ഉണ്ട്. അതേ മാക്സിമം സൈസും 4 മിനി വരെയാണ് ഗോൾഡ് ചെയ്യാൻ പറ്റുന്നത്. മിനി എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ലോട്ട് തന്നെയാണ്. ഒരു $1 1 പിപ്പ് മൂവ് ചെയ്യുമ്പോൾ $100 ഡിഫറൻസ് ആണ്. മൈക്രോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഏറ്റവും ചെറിയ ലോഡ് സൈസിലേക്കായിട്ട് മാറ്റം വരുന്നത്. ഒരു പിപ്സ് മൂവ്മെന്റ് വരുമ്പോൾ ഏകദേശം $10 ഒക്കെ കിട്ടാൻ പറ്റും. ഇവിടെ അക്കൗണ്ട് ആക്ടിവേഷൻ ഫീസ് ഫ്രീ ആയിട്ടാണ് വരുന്നത്. അതേപോലെ ട്രേഡർ ഡാഷ്ബോർഡ് അത്യാവശ്യം റിയൽ ടൈം ആയിട്ടുള്ള ഡാഷ്ബോർഡാണ്.
ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ഈ ബ്ലാക്കിന് ബോണസ് പേ ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മറ്റ് പ്ലാനുകൾക്കും ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോണസ് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് നിലവിലുള്ളത്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പേ ഔട്ടിനല്ല അവരത് കൊടുക്കുന്നത്, നമുക്ക് സെക്കൻഡ് പേ ഔട്ടിന്റെ സമയത്തോ തേർഡ് പേ ഔട്ടിന്റെ സമയത്തോ നമ്മൾ 5000 വരെ എത്തിയിട്ട്, ഇപ്പോൾ 50,000 അക്കൗണ്ട് സൈസിംഗിൽ 5000 ആയിട്ട് നമ്മൾ എപ്പോഴാണോ പേ ഔട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ത്രെഡ് കാര്യങ്ങളെല്ലാം 52,500 കഴിഞ്ഞിട്ട് ഏകദേശം 57,500 അടുത്ത് വേണ്ടി വരും. ആ സമയത്ത് നമ്മൾ $5000 എപ്പോഴാണോ പേ ഔട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് അവർ നമുക്കൊരു ബോണസ് ഇത് നൽകുന്നുണ്ട്. അത് എത്ര എമൗണ്ട് ആണെന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും ഇവർ ഇതിൽ എഴുതിയിട്ടില്ല, പക്ഷെ അവർ ബോണസ് ആയിട്ട് നമുക്ക് പേയ്മെന്റ് തരും എന്ന് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. മറ്റൊരു പ്ലാൻ നമുക്ക് നോക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ലൂസിഡ് ബ്ലാക്കിന്റെ ഒരു പേ ഔട്ട് ഇതും കൂടി നമുക്ക് നോക്കിയാൽ, ജനറൽ റിക്വയർമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു എലിജിബിൾ പേ ഔട്ട് നമ്മൾ അവരുടെ റൂൾസ് ഒന്നും ബ്രേക്ക് ചെയ്യാതിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ലൂസിഡ് ഫണ്ടഡ് അക്കൗണ്ട് 90% അവർ പ്രോഫിറ്റ് സ്പ്ലിറ്റ് നമുക്ക് തരുന്നുണ്ട്. ഈ പേ ഔട്ടിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ കൺസിസ്റ്റൻസി ഉണ്ട്. ലൈവ് ഫണ്ടിൽ ഏകദേശം 40 വരുന്നുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് നമ്മൾ കണ്ടത് അതിൽ ഇവരുടെ ഇവാലുവേഷൻ സ്റ്റേജിൽ നമുക്ക് 60 ആണെന്നുണ്ടെങ്കിൽ ലൈവ് സമയത്ത് 40% കൺസിസ്റ്റൻസി പെർസെൻറ്റേജ് വരുന്നുണ്ട്. അപ്പൊ അത് ഇച്ചിരി ടഫ് ആയിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. പേ ഔട്ട് പ്രോഫിറ്റ് ഗോൾ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 3000 വരെ നമുക്ക് പേ ഔട്ട് വന്നു കഴിഞ്ഞാലായിരിക്കും നമുക്ക് പേ ഔട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. പേ ഔട്ട് പ്രോഫിറ്റ് ഗോൾ ഓപ്ഷണൽ ആയിട്ടുണ്ട്. അതല്ല, ഇവിടെ ഓപ്ഷനിലുള്ള ഈ ബോണസ്, അതായത് ബോണസ് പേ ഔട്ടിനെ കുറിച്ചിട്ടാണ് ഇവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ ഒരു പ്ലാനിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ബോണസ് ആണ്. ബ്ലാക്കിന്റെ ഏകദേശം അക്കൗണ്ട് സൈസ് 5000, ബോണസ് പ്രോഫിറ്റ് ഗോൾ 5000 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ, ഫസ്റ്റ് പേ ഔട്ടിനല്ല രണ്ടാമത്തെ പേ ഔട്ടിനൊക്കെ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ അതിന് ഒരു ഇത് കൊടുക്കുന്നുണ്ട്, ബോണസ് ആയിട്ടുള്ള ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. അതേപോലെ തന്നെ ഇവരുടെയൊക്കെ ഒരു പേ ഔട്ടിന്റെ ടൈമിംഗ് വളരെ, ദർ ഇസ് നോ ഫിക്സഡ് പേ ഔട്ട് വിൻഡോ ആയിട്ടില്ല. യു മേ റിക്വസ്റ്റ് പേ ഔട്ട് എനി ആഫ്റ്റർ നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അപ്പെക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5-ാം തീയതി ഒക്കെ ആവുമ്പോഴാണ് പേ ഔട്ട് അപ്രൂവൽ കിട്ടുള്ളൂ. പിന്നെ അടുത്ത 15-ാം തീയതി അങ്ങനെ ഒരു ടൈം ഉണ്ട്. പക്ഷെ ഇവർക്ക് അങ്ങനെയില്ല എന്നാണ് ഇവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഇവരുടെ ഫ്ലെക്സ്, ഈ ഒരു പ്ലാനാണ് മറ്റ് കമ്പനികൾ എല്ലാ ആൽഫ ആയിക്കോട്ടെ എല്ലാ കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പ്ലാൻ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ടോപ്പ് സ്റ്റെപ്പ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു പ്ലാൻ പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാനാണ് ഫ്ലെക്സ്. അത് MFF ആയിട്ടാണ് ഇവരെ ഇപ്പോഴത്തെ നിലവിലെ കോമ്പറ്റീഷൻ. ഫണ്ടിൻഡിക്സ് ഒന്ന് പയ്യെ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ലൂസിഡ് ക്യാപിറ്റലും മൈ ഫണ്ടഡ് ഫ്യൂച്ചറും തമ്മിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൈ ഫണ്ടഡ് ഫ്യൂച്ചർ നല്ല ഈ സെയിം മോഡലിന് പ്ലാനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ദിവസം അതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലൂസിഡ് ഫ്ലെക്സിനെ കുറിച്ച് നോക്കുമ്പോൾ $91 വരുന്നുള്ളൂ. ലൂസിഡ് ബ്ലാക്കിന് 126 വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് $91. ഇവിടെ അതേപോലെ തന്നെ റീസെറ്റ് ഫീസ് എന്ന് പറയുന്നത് $85 വരുന്നത്. പ്രോഫിറ്റ് ടാർഗറ്റ് 3000 ആണ് വരുന്നത്. മാക്സിമം ലോസ് ലിമിറ്റ് 2000. എല്ലാം കമ്പനികളെ പോലെ തന്നെ ഡ്രോ ഡൗൺ എൻഡ് ഓഫ് ദ ഡേ ആണ്. നല്ല ഇതാണ്. ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല. ഇവിടെ കൺസിസ്റ്റൻസി നമുക്ക് 50% ഉണ്ട്. നമുക്ക് 3000 ആണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ അക്കൗണ്ട് പാസ്സാവാനുള്ള ഓപ്ഷൻ നിലവിലുണ്ട്. ഇനി നമുക്ക് ആക്ടിവേഷൻ ഫീസ് വേറെ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഡെയിലി ലോസ് ലിമിറ്റ് വരുന്നില്ല. കൺസിസ്റ്റൻസി ഫണ്ടിൽ വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത് ഫ്ലെക്സിന്റെ ഇതിൽ വരുന്നത്, പ്ലാനിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഇവരുടെ പേ ഔട്ടിന്റെ പരിപാടി എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഇവരുടെ എല്ലാ ക്രൈറ്റീരിയയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പേ ഔട്ട് കൊടുക്കുമെന്ന് തന്നെയാണ് അവർ ഫസ്റ്റ് തന്നെ പറയുന്നത്. 90% തന്നെയാണ് ഈ പറയുന്ന സ്ട്രക്ചറിൽ വരുന്നത്. മിക്ക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു തന്നെയാണ്. ട്രേഡിംഗ് ഡേയ്സ് വിത്ത് പ്രോഫിറ്റ് ഏകദേശം മിനിമം ഡെയിലി പ്രോഫിറ്റ് 5 ദിവസം ട്രേഡ് ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട്. അതിൽ മിനിമം നമുക്ക് $150 വെച്ചിട്ട് 5 ദിവസം വേണമെന്നുണ്ട്. നമുക്ക് 5 ദിവസം കൂടുമ്പോൾ ഇവരെ പേ ഔട്ട് കൊടുക്കാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഈ ഇവരെ ഒരു പ്രത്യേകത, ഒരു ഇൻആക്റ്റീവ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ച് 30 ദിവസമാണ് നമുക്ക് ഇവാലുവേഷൻ സമയത്ത് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ചിലരൊക്കെ മറന്നു, ചിലരൊക്കെ ട്രേഡ് ചെയ്യാനൊക്കെ മറന്നു പോകുമ്പോൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ട്രേഡ് ഇട്ടാൽ മാത്രമേ ലൈവ് അക്കൗണ്ട് നിലനിന്ന് പോകുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ലൈവ് ഒക്കെ ആയതിനു ശേഷം വരുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് മിനിമം ഡെയിലി പ്രോഫിറ്റ് 150 ദിവസം $150 വെച്ചിട്ട് ഏകദേശം 5 ദിവസം വേണ്ടി വരും. നമുക്ക് മിനിമം പേ ഔട്ട് റിക്വസ്റ്റ് 500 വരെയാണ് നമുക്ക് മിനിമം പേ ഔട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇത്. അതുപോലെ തന്നെ അക്കൗണ്ട്സിന് മാക്സിമം നമുക്ക് വരാവുന്നത് $2000 വരെയാണ് വിഡ്രോവൽ നമുക്ക് പറ്റത്തുള്ളൂ. അതിന്റെ 50%, ഇപ്പോൾ 55,500 ആയിട്ടിനി ആ 55,000ന്റെ 50% നമുക്ക് കിട്ടുള്ളൂ. 2000 വരെയാണ് നമുക്ക് മാക്സിമം പേ ഔട്ട് എടുക്കാൻ പറ്റുന്നത്. ഇവരെല്ലാം പേ ഔട്ട് ടൈമിംഗ് വളരെ പെട്ടെന്ന് തന്നെ അപ്രൂവലും കാര്യങ്ങളും കിട്ടും. ദർ ഇസ് നോ ബഫർ ബാലൻസ് മസ്റ്റ് ബി മെയിൻറ്റെയിൻ. നമുക്കൊരു ബഫർ സോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 52,500 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ 50% നമുക്ക് വിഡ്രോ
വിഡ്രോവൽ പറ്റും. പക്ഷേ ഈ വിഡ്രോവൽ പറ്റുമ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ട്രെയിലിംഗ് ഡ്രോഡൗണിന്റെ അടുത്തേക്ക് കയറി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 55 ഒരു കുറച്ചും കൂടി ഒരു എമൗണ്ട് 2000 ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യാവുന്ന രീതിയിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പേ ഔട്ടിന്റെ സമയത്തല്ല, അടുത്ത ട്രേഡ് നമുക്ക് ചിലപ്പോൾ പേ ഔട്ട് കിട്ടിയിട്ട് അടുത്ത ട്രേഡ് വരുമ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ നമുക്ക് അത്രയും അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ഒരു $1000 കണ്ടിട്ട് 52,000 നമുക്ക് മിക്ക കമ്പനികളും വിഡ്രോ ചെയ്യാനായിട്ട് അനുവദിക്കും. അപ്പൊ നമുക്ക് എന്താ പറ്റുക, നമ്മുടെ ട്രെയിലിംഗ് ഡ്രോഡൗൺ കുറഞ്ഞവരാണ്. അപ്പൊ അങ്ങനെയൊക്കെ എന്റെ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ലൊരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്കൊരു ഓപ്ഷനൊക്കെ വരും, പേ ഔട്ടിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് അവരുടെ ഡാഷ്ബോർഡായിട്ട് വരുന്നത്. ഇവിടെ തന്നെ ലീഡ് ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ അവരുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിലുള്ളവർ ആരൊക്കെയാണ് ഫസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ പേ ഔട്ട് എടുത്തേക്കുന്നത്, സിംഗിൾ ഡേ പേ ഔട്ട് എടുത്തേക്കുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതേപോലെ നല്ല അത്യാവശ്യം ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. പേ ഔട്ട് നമുക്ക് റൈസ് ഇല്ല, ഇവർക്ക് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത്. അതേപോലെ തന്നെ മാസ്റ്റർ കാർഡ് മറ്റ് വിസ മറ്റു കാർഡുകളും ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. മറ്റ് ഫേംസ് ഒക്കെ ചില ഫേംസ് ഒക്കെ ക്രെഡിറ്റ് കാർഡ് മാത്രമേ പറ്റുള്ളൂ. ഇവർ നമുക്ക് ഡെബിറ്റ് കാർഡ് ഒക്കെ വെച്ചിട്ട് പേ ഇൻ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പേ ഔട്ടിന് നമുക്ക് വരുന്നത് ഡയറക്റ്റ് ട്രാൻസ്ഫർ ആണ്. ക്രിപ്റ്റോ അവർ ഉടനെ കൊണ്ടുവരും എന്നാണ് അവർ ഇത് പറഞ്ഞേക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഫണ്ട് ഇൻഡെക്സ് ഒക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റിയ, അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം പേ ഔട്ട് റിജക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു കമ്പനി ആയിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി കൂടിയാണ്. അവിടുത്തെ റൂൾസ് ആണ് ഇവർ മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചും ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. US കുറച്ചുകൂടി റൂൾസ് ഒക്കെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അവരുടെ പ്രൈസും കാര്യങ്ങളും മറ്റു കമ്പനികളും ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ പ്ലാൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ഏറ്റവും നല്ലൊരു പ്ലാൻ ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഫ്ലെക്സ് ആണ്. ലൂസി ബ്ലാക്കിന്റെ ഒരു പ്രത്യേകത ബോണസ് കിട്ടും എന്നുള്ളതാണ്. ഈ ബോണസ് കിട്ടും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 55,000 ആയാലാണ് നമുക്ക് ബോണസ് കിട്ടാൻ അനുവദിച്ചത്. അത് രണ്ടാമത്തെ പേ ഔട്ട് ആകുമ്പോഴാണ് അങ്ങനത്തെ ഓപ്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പ്രഷറിൽ അതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അക്കൗണ്ടൊക്കെ പോകാനുള്ള ഒരു ഇത് വരും. അതേപോലെ തന്നെ ഫണ്ടിൻ ടിക്സിലൊക്കെ ഞാനൊക്കെ അനുഭവിച്ചാൽ ഈ പേ ഔട്ടിന്റെ ഒരു വിൻഡോ ഉണ്ട്. പേ ഔട്ട് വിൻഡോ എന്ന് പറയുന്നത് 6 ദിവസം 7 ദിവസം കൂടുമ്പോഴൊക്കെയുള്ള വിൻഡോസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി മറ്റ് EMI കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആക്കാനായിട്ട് ഒരു ശ്രമം നടത്തും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അക്കൗണ്ട് അടിച്ചു. എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഒരു 14 ദിവസത്തെ നോർമൽ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 80% കിട്ടാനും അതേപോലെ തന്നെ ഒരു 14 ദിവസത്തെ പേ ഔട്ട് വിൻഡോ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇവർ നമുക്ക് 5 ഡേയ്സ് പേ ഔട്ട് വിൻഡോ തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ പ്രഷർ നമുക്ക് ഓൾറെഡി നമുക്ക് എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ആക്കണം എന്നുള്ള പ്രഷർ കൊണ്ട് തന്നെ നമ്മൾ ഇരുന്ന് ഓവർ ട്രേഡിലേക്കൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഡേയ്സ് കൂടുതലുള്ള വിൻഡോസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ള 5 ഡേയ്സ് നോർമലി ഇവർ 5 ഡേയ്സ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലൂസിഡിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഒരു അക്കൗണ്ട് എടുക്കുമ്പോൾ നിങ്ങളും വീണ്ടും ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒന്നുകൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും കുറച്ചുകൂടി നിങ്ങളോടും സെലക്ട് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ട്രേഡിംഗ്.